അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കിരണും ഒക്കെ അന്ന് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരിക്കാം. YSR ആന്ധ്രാപ്രദേശിൽ മുഴുവൻ നടന്നു, നമ്മളുമൊക്കെ കൂടെ അതിൻ്റെ ഒപ്പം നടന്നു. ആ വലിയ ആന്ധ്രാപ്രദേശ് മുഴുവൻ നടന്ന് പദയാത്ര നടത്തുകയാണ് അദ്ദേഹം. അവിടെ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് അന്ന് നടത്തുകയൊക്കെ ചെയ്തത്. അതോടൊപ്പം തന്നെ കിരൺ സൂചിപ്പിച്ചതുപോലെ ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ ഗൗരവ് ഗൊഗോയുമായി വലിയ ഏറ്റുമുട്ടൽ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കർണാടകയിൽ ഇലക്ഷൻ കവർ ചെയ്യാൻ ഞാൻ അവിടെ കർണാടകയിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ വലിയ തർക്കമുണ്ടാകുന്നത്. അന്ന് ഞങ്ങളൊക്കെ DK ശിവകുമാറിൻ്റെ വീട്ടിൽ കൂടിയ സമയത്ത് അവിടെ മാധ്യമപ്രവർത്തകരെല്ലാം കരുതിയത് ഒടുവിൽ ഹൈക്കമാൻഡിന് ഈ സമ്മർദ്ദത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരുമെന്നാണ്. പക്ഷേ ഡൽഹിയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രത്തിൽ എപ്പോഴും പൂജയൊക്കെ നടത്തിയാണ് DK പോകുന്നത്. പക്ഷേ മടങ്ങി വരുമ്പോൾ അദ്ദേഹം ഒടുവിൽ സോണിയാഗാന്ധി പറഞ്ഞത് അനുസരിക്കാൻ നിർവാഹമില്ലാതെ അദ്ദേഹം മടങ്ങി വന്നു. സോണിയാഗാന്ധി തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോൾ DK ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞിരുന്നു സോണിയാഗാന്ധി തനിക്കെതിരെ നിയമ നടപടികൾ BJP സർക്കാർ സ്വീകരിച്ചപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ തനിക്കൊപ്പം നിന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് വലിയ പ്രതീക്ഷകൾ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് കിരൺ ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ ഒരു വലിയ കൂടുതൽ സങ്കീർണമാകുന്നതിന് ഒരു കാരണം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പരിഹസിക്കുകയാണ് കോൺഗ്രസിനെ. നോക്കൂ, നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടായിട്ടും, നിങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടായിട്ടും പക്ഷേ ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന വലിയ പരിഹാസം നരേന്ദ്രമോദി നടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ കേരളത്തിലെ പ്രതിസന്ധി രാജ്യവ്യാപകമായി ചർച്ചയാവുകയാണ്. അത് ഒരുപക്ഷെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കില്ലേ? ഇങ്ങനെ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചെടുത്ത് കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതേസമയം TVK പോലെ ഭൂരിപക്ഷം ഇല്ലാത്ത ആളുകൾ സർക്കാർ ഉണ്ടാക്കുന്നു, അവർ വിജയിക്കുന്നു. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് അത് കഴിയുന്നില്ല. ഇത് കോൺഗ്രസിനെ ഒരു സംഘടനാ ദൗർബല്യം എന്ന നിലയിൽ ഒരു ദേശവ്യാപക ശ്രദ്ധ ഉയർത്താൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് കഴിഞ്ഞിട്ടില്ലേ? അത് കോൺഗ്രസ് ഗൗരവത്തിലെടുക്കുന്നുണ്ടോ? മനു, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ തീരുമാനങ്ങളെല്ലാം മുമ്പ് എടുത്തിരുന്നത് അന്ന് കോൺഗ്രസിൻ്റെ ശക്തി ആലോചിക്കണം. കോൺഗ്രസിന് അമ്മാതിരി ശക്തി ഇന്ത്യയിലാകമാനം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊക്കെ ഭരിച്ചിരുന്ന ഇന്ത്യയിലെ 1-ാം നമ്പർ പാർട്ടിയായിരുന്നു കോൺഗ്രസ്. അന്ന് കോൺഗ്രസിന് അങ്ങനെയൊക്കെ തീരുമാനമെടുക്കാൻ യാതൊരു മടിയുമില്ലായിരുന്നു, തീരുമാനമെടുത്ത്. പക്ഷേ അങ്ങനെയൊക്കെ തീരുമാനമെടുത്തതിൻ്റെ കൂടി ഫലമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് പോയത് എന്നതുകൂടി ആലോചിക്കണം. അത്തരം തീരുമാനങ്ങളൊക്കെ ഹൈക്കമാൻഡിനെ ആരൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ടോ? K കരുണാകരനെ പോലെ ഒരു നേതാവ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്ന ഘട്ടമുണ്ടായപ്പോൾ ആ കരുണാകരനെ നിഷ്കരണം തള്ളിക്കളയാൻ ഒരു കാലത്ത് K കരുണാകരൻ പറയുന്നതായിരുന്നു. പണ്ടൊക്കെ കോൺഗ്രസിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ പ്രാദേശികമായ ഒരു നേതാവ്, ആ നേതാവിന് പൂർണ്ണമായി എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുക, അയാളുടെ സ്വാതന്ത്ര്യത്തിന് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക, അയാളുടെ രീതി അനുസരിച്ച് പോകുക, അതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് പോകുക. പക്ഷേ എപ്പോഴെങ്കിലും അയാൾ ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്ന ഘട്ടം വന്നാൽ പൂർണ്ണമായി അവരെ തള്ളിക്കളയുക. അത്തരമൊരു നിലപാടാണ്. കരുണാകരനൊക്കെ പാർട്ടിക്ക് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിശ്ചയിച്ച ആളാണ് K കരുണാകരൻ. കരുണാകരൻ്റെ ഇടപെടലൊക്കെ അതിൽ ഏറ്റവും നിർണായകമായിരുന്നു നരസിംഹറാവുവിനെ. അതേ നരസിംഹറാവു തന്നെ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായി. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ എല്ലാ കാലത്തെയും രീതി അങ്ങനെയാണ്. ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാൻ നിന്നാൽ അവിടെ നഷ്ടങ്ങൾ നോക്കാതെ അതിനെതിരെ നിലപാട് സ്വീകരിക്കും. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഘടകത്തിൽ ഇന്ത്യയിലാകമാനം ഇന്നിപ്പോൾ കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നത് കേരളത്തിൻ്റെ ഒരു ശക്തി കൊണ്ടുകൂടിയാണ്. കേരളം ഒരു നിർണായകമായ സംസ്ഥാനമാണ്. 20 ലോക്സഭാംഗങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ആ 20 ഇപ്പോൾ വളരെ വലുതാണ്. മുൻകാലങ്ങളിലെ പോലെ 40 സീറ്റുണ്ടായിരുന്ന ആന്ധ്രാപ്രദേശോ അല്ലെങ്കിൽ ബീഹാറോ ഒന്നും കോൺഗ്രസിന് വലിയ സംസ്ഥാനങ്ങളൊന്നും തന്നെയില്ല. UP ഒക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ്. അങ്ങനെ അത്തരം ഒരു സംസ്ഥാനങ്ങളും വലിയ സംസ്ഥാനങ്ങളിൽ എവിടെയില്ല. മഹാരാഷ്ട്രയാണ് 48 സീറ്റുള്ളത്. അവിടെയും കോൺഗ്രസിന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല. 26 സീറ്റുള്ള കർണാടകയിലോ അല്ലെങ്കിൽ 20 സീറ്റുള്ള കേരളത്തിലോ ഒക്കെയാണ് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായി നിൽക്കുന്നതൊക്കെയും. അങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തിൻ്റെ ഫലമായി കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വല്ലാത്ത ഒരു തകർച്ചയിലേക്ക് പോകും. എന്ന് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ കേരളത്തിലേക്ക് എത്തുമ്പോൾ അവരെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ഒരു നാട് കൂടിയാണ് കേരളം. അപ്പോൾ കേരളത്തിന് കോൺഗ്രസ്സുകാരോട് കോൺഗ്രസിൻ്റെ അധ്യക്ഷയും ഒരു തീരുമാനമെടുക്കുമ്പോൾ അക്കാര്യത്തിൽ അവർക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ ഫലമാണ് ഇവർക്ക് ലഭിച്ച വലിയ ഭൂരിപക്ഷമൊക്കെ തന്നെ. അപ്പോൾ ആ ഭൂരിപക്ഷമൊക്കെ നൽകിയ ഒരു നാടിൻ്റെ വിശ്വാസത്തെ തച്ചു തകർത്തുകൊണ്ട് അല്ലെങ്കിൽ ആ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരു തീരുമാനമെടുക്കാൻ ഒരു കാരണവശാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നില്ല. അതും ഇതിൽ കോൺഗ്രസ് വളരെ വിപുലമായ ചർച്ചകൾക്ക് ശേഷമായിരിക്കാം ഒരു തീരുമാനമെടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവർ പരിശോധിക്കുന്നു എന്നത് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് എന്ന് വിശദീകരിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഏതായാലും പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി നിർണയം ഇങ്ങനെ നീളുന്നതിൽ നരേന്ദ്രമോദി വലിയ പരിഹാസവുമായി രംഗത്തെത്തുന്നു. ഭൂരിപക്ഷം ലഭിച്ചിട്ടും സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രി പദം 2 വർഷം വെച്ചോ
വർഷത്തേക്ക് 5 മുഖ്യമന്ത്രിമാരെ വെച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഒരു ഫോർമുല ഉണ്ടാക്കി തർക്കം തീർക്കണമെന്നൊക്കെ നരേന്ദ്രമോദി ഉപദേശിക്കുകയാണ്. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കർണാടകയിലും കണ്ട അതേ കാര്യമാണ് കേരളത്തിൽ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഇവിടുത്തെ ഈ തർക്കം ദേശവ്യാപകമായി തന്നെ ചർച്ചയാവുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ നേതാക്കളും ഈ കാര്യം സമ്മതിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നാണ് കെ മുരളീധരൻ നേരത്തെ പറഞ്ഞത്. ആ പ്രതികരണം നമുക്ക് കേൾക്കാം. കുറച്ച് താമസം ഉണ്ടായിട്ടുണ്ട്, അതിൽ ജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്. പക്ഷേ ഒരു ഗവൺമെന്റ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ മറികടക്കാൻ കഴിയും. എന്താണെങ്കിലും തീരുമാനം ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹൈക്കമാൻഡ് തീരുമാനം എടുത്ത് ഇങ്ങോട്ട് അറിയിക്കും. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി പ്രത്യേകിച്ച് എന്റെ കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതവിടെ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചിലപ്പോൾ മുൻ പ്രസിഡന്റുമാരോട് ചോദിക്കുമെന്ന് എനിക്കറിയില്ല. എന്നോട് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യം. ഓക്കെ, അപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രമേശ് ചെന്നിത്തല. ചർച്ചകൾ കഴിഞ്ഞു, പറയാനുള്ളതൊക്കെ പറഞ്ഞു, എല്ലാം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടൻ പ്രഖ്യാപനമുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ് രമേശ് ചെന്നിത്തല. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേട്ടു. തീരുമാനം അവിടുന്ന് വരണം. ആ തീരുമാനം നമ്മൾ കാത്തിരിക്കുകയാണ്. ആ തീരുമാനം എന്തായാലും അത് എല്ലാവരും ചേർന്ന് നടപ്പാക്കും. ഇനിയും ചർച്ചയുടെ ആവശ്യമില്ല, ചർച്ചയെല്ലാം കഴിഞ്ഞു. ഇല്ല, വലിയ താമസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇല്ല, എല്ലാ ചർച്ചയും കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ചർച്ചയുടെ ആവശ്യമില്ല, എല്ലാ ചർച്ചകളും കഴിഞ്ഞതാണ്. ഇനിയിപ്പം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കണം. അത് അവരെടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങളെല്ലാവരും അംഗീകരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.